ഈ പൂമ്പാറ്റന്റെ പേരെന്താന്ന് കുഞ്ഞുമോൾക്ക് അറിയോ? കുഞ്ഞുമോളെ പലതരത്തിലുള്ള പൂമ്പാറ്റകളുണ്ട്. അതിൻ്റെതായ കുറെ പേരുകളുമുണ്ട്. ടാറ്റന് US പഠിക്കാനുണ്ട്. ഇതേത് പൂമ്പാറ്റയാണെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ കുറച്ച് പൂമ്പാറ്റയുടെ പേര് എനിക്കറിയാം. അതൊക്കെ ഞാൻ കുഞ്ഞുമോക്ക് പറഞ്ഞുതരാം. ഇതൊരു വെക്കേഷൻ അല്ലേ, നമുക്ക് തൊടിയിലൊക്കെ ഏത് പൂമ്പാറ്റയാണോ വരുന്നെന്ന് പോയി നോക്കിയാലോ? പൂമ്പാറ്റകൾ കാവ്യലോകത്തും ചിത്രകലയിലും സൗന്ദര്യത്തിന്റെ നിറഭേദങ്ങളുമായി ഇങ്ങനെ പാറി പാറി നടക്കുന്ന മറ്റൊരു പ്രാണിയില്ല. എന്നാൽ ഇതിൽ ഒരെണ്ണത്തിന്റെ പേര് പോലും നമ്മളിൽ പലർക്കും അറിയില്ല. കുഞ്ഞുമോളെ, പൂമ്പാറ്റകളെ നിരീക്ഷിക്കുന്നതിന് മുന്നേ പൂമ്പാറ്റകളെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ശലഭങ്ങൾ 2 തരത്തിലുണ്ട്. പകൽ പൂന്തോട്ടങ്ങളിലൊക്കെ കാണുന്ന ചിത്രശലഭങ്ങളും രാത്രിയിൽ സഞ്ചരിക്കുന്ന നിശാശലഭങ്ങളും. 6 കാലുകളുള്ള ഷഡ്പദങ്ങളാണ് ചിത്രശലഭങ്ങൾ. കിങ്ഡം അനിമേലയിൽ ഇൻസെക്ട ക്ലാസ്സിലാണ് പൂമ്പാറ്റകൾ വരുന്നത്. അതായത് ജന്തുലോകത്തിലെ പ്രാണി വിഭാഗത്തിൽ പെടുന്ന സുന്ദരിമാരും സുന്ദരന്മാരുമാണ് ചിത്രശലഭങ്ങൾ. ലോകത്താകമാനം 1.5 ലക്ഷത്തോളം പൂമ്പാറ്റകൾ ഉണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഇന്ത്യയിലാകട്ടെ ഏകദേശം 17,000-ഓളം ഇന്നും പൂമ്പാറ്റകളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കേരളം ഉൾക്കൊള്ളുന്ന പശ്ചിമഘട്ടത്തിൽ പേപ്പിലിയോനിഡെ, പിയറിഡെ, ലൈസീനിഡെ, റിയോഡിനിഡെ, നിംഫോളിഡെ, ഹെസ്പെർലിഡെ എന്നിങ്ങനെ 6 ഫാമിലികളിലായി ഏകദേശം 332-ഓളം പൂമ്പാറ്റകളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഈ കറുപ്പും വെളുപ്പും നിറത്തിലുള്ള പൂമ്പാറ്റകളാണ് നാരകക്കാളി അല്ലെങ്കിൽ കോമൺ മോർമോ. പാപ്പിലിയോനിഡെ ഫാമിലിയിലാണ് ഇക്കൂട്ടർ വരുന്നത്. ഇത് ആൺ ശലഭമാണ്. ഈ ചുവപ്പ് പുള്ളികൾ വരുന്നതാണ് പെൺശലഭം. ഇത് പാണൽ ചെടിയാണ്. നാരകക്കാളി ഉൾപ്പെടെയുള്ള ഒരുപാട് ശലഭങ്ങളുടെ ലാർവകളുടെ ഭക്ഷണമാണ് ഈ ചെടികളുടെ ഇല. ഇളം പിങ്ക് നിറത്തിലുള്ള ഈ കുഞ്ഞിക്കായകൾ നമ്മൾ കഴിക്കാറുമുണ്ട് കേട്ടോ. നാരക ചെടിയുടെ ഇലയിലും ഇവ മുട്ടയിടാറുണ്ട്. ഈ പൂമ്പാറ്റകൾ എത്ര കാലം ജീവിക്കും? സ്പീഷീസിനനുസരിച്ച് ഇവയുടെ ആയുസ് കുറച്ച് ദിവസങ്ങൾ മുതൽ മാസങ്ങൾ വരെ നീണ്ടു നിന്നേക്കാം. പൂമ്പാറ്റകളെ കാണാൻ നല്ല ഭംഗിയുണ്ട്, പക്ഷെ അവർക്കെന്താ പണി? കുഞ്ഞുമോളെ, ജീവലോകത്തിലെ ഓരോ ജീവിക്കും അതിൻ്റെതായ ധർമ്മമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ മനോഹര ജീവികളുടെ ജോലി എന്താണ്? അതിവരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാവും. പൂക്കളിൽ നിന്ന് പൂക്കളിലേക്ക് തേൻ കുടിക്കാനായി പറക്കുന്ന ഇവരുടെ ശരീരത്തിൽ പറ്റിപ്പിടിക്കുന്ന പൂമ്പൊടി മറ്റൊരു പൂവിൽ പതിക്കുകയും പരാഗണം സംഭവിക്കുകയും ചെയ്യുന്നു. അങ്ങനെ പൂക്കൾ കായുകളായി മാറുകയും ചെയ്യുന്നു. തേനീച്ചകൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പരാഗണം നടത്തുന്ന ജീവി പൂമ്പാറ്റയാണ്. ചുരുക്കി പറഞ്ഞാൽ സപുഷ്പികളുടെ നിലനിൽപ്പ് തന്നെ ഇവരെ ആശ്രയിച്ചാണ്. ചില ചെടികളുടെ ഇലയുടെ അടിയിലാണ് പൂമ്പാറ്റകൾ മുട്ടയിടുന്നത്. എരുക്ക്, കറിവേപ്പില, നാരകം തുടങ്ങി പൂമ്പാറ്റകളുടെ ലാർവകൾ ഭക്ഷണമാക്കുന്ന ചെടികളിലാണ് ഇവ മുട്ടയിടുന്നത്. ഇതാ ഈ ഇലയിനടിയിൽ ഒരു എഗ്ഗുണ്ട്. സെർച്ച് ചെയ്തപ്പോൾ ഇതൊരു നിശാശലഭത്തിന്റെ മുട്ടയാണെന്ന് മനസ്സിലായി. These are the eggs of a butterfly. She waited eagerly to see the butterfly coming out of the egg. What a surprise! She saw only worms. These worms will become butterflies. It is called larva. ടാറ്റ, ഈ ചെടിയിൽ തിളങ്ങുന്ന എന്തോ തൂങ്ങിക്കിടക്കുന്നു. ഇതാണ് പൂമ്പാറ്റയുടെ പ്യൂപ്പ. മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ ഇലയെല്ലാം ഭക്ഷണമാക്കുന്നു. അതിനുശേഷം തൊലിയെല്ലാം ഉരിഞ്ഞ് ഇങ്ങനെ ഒരു കൂട്ടിൽ ഇരിക്കുന്നു.
പല പല നാളുകൾ ഞാനൊരു പുഴുവായി പവിഴ കൂട്ടിലുറങ്ങി. അരളിച്ചെടിയുടെ ഇല തന്നടിയിൽ അരുമക്കിങ്ങിണി പോലെ. ഒരു നാൾ സൂര്യൻ ഉദിച്ചുണരുമ്പോൾ വിടരും ചിറകുകൾ വീശി പുറത്തു വന്നു അഴകു തുടിക്കും പൂമ്പാറ്റത്തളിരായി. കവി ശ്രീ പി ഗംഗാധരൻ നായരുടെ ഞാൻ എന്ന കവിതയിലെ ഏതാനും വരികളാണ്. മുട്ടയായും പുഴുവായും പ്യൂപ്പയായും പൂമ്പാറ്റയായും മാറുന്ന അത്ഭുത ജീവിതങ്ങൾ. അതേത് പൂമ്പാറ്റയാണ് ടാറ്റ? ഇതാണ് മഞ്ഞ തകരമുത്തി, കോമൺ എമിഗ്രന്റ്. പിയറിയുടെ കുടുംബത്തിൽപ്പെട്ട ഇവർ കണിക്കൊന്നയിലും ആനത്തകരയിലും ഒക്കെ മുട്ടയിടാറുണ്ട്. കണിക്കൊന്ന കുഞ്ഞുമോൾ കണ്ടിട്ടുണ്ടല്ലോ, ഇതാണ് ആനത്തകര. ക്രീം നിറത്തിലും മഞ്ഞ നിറത്തിലും സൾഫർ നിറത്തിലും ഇവരെ കാണാറുണ്ട്. മഴക്കാലത്തിനു മുന്നേ ദേശാടനം ചെയ്യുന്നത് കൊണ്ടാണ് കോമൺ എമിഗ്രന്റ് എന്ന് പേര് വന്നത്. കണ്ടോ, ഇവ മുന്നിലുള്ള ചെറിയ ശരീരഭാഗം പൂക്കളിലേക്ക് ആഴ്ന്നിറക്കി തേൻ കൊടുക്കുകയാണ്. ഈ ശരീരഭാഗത്തെ പ്രൊബോസിസ് എന്നാണ് പറയുന്നത്. തേൻ കുടിക്കുമ്പോൾ പ്രൊബോസിസിൽ പറ്റിപ്പിടിക്കുന്ന പൂമ്പൊടി മറ്റു പൂക്കളിൽ പതിക്കുകയും പരാഗണം നടക്കുകയും ചെയ്യുന്നു. തേൻ കുടിക്കാത്ത സമയങ്ങളിൽ പ്രൊബോസിസ് ചുരുട്ടിവെക്കുന്നു. പൂമ്പാറ്റകളുടെ കുഞ്ഞു പ്രൊബോസിസുകൾ ആഴ്ന്നിറക്കി തേൻ കുടിക്കാൻ എളുപ്പമുള്ള കൃഷ്ണകിരീടം പോലെയുള്ള ചെടികളിൽ പൂമ്പാറ്റകൾ ധാരാളമായി വന്നിരിക്കാറുണ്ട്. ഫയർബുഷ് എന്നറിയപ്പെടുന്ന ഈ ചെടിയിലും പൂമ്പാറ്റകളും ഹമ്മിങ് ബേർഡ്സും ധാരാളമായി തേൻ കുടിക്കാൻ വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചെടിയെ ഹമ്മിങ് ബേർഡ് ബുഷ് എന്നും പറയുന്നു. ഈ തുള്ളി തുള്ളി പാറുന്ന പൂമ്പാറ്റ ഏതാണ് ടാറ്റ? ഇതാണ് പൊട്ടുവെള്ളാട്ടി, സൈക്യ എന്ന് ഇംഗ്ലീഷിൽ പറയും. പിയറിയുടെ കുടുംബത്തിൽപ്പെട്ടവരാണിവ. നമ്മുടെ തൊടിയിലൊക്കെ അധികം ഉയർത്തിയതല്ലാതെ ഒരു തൂവൽ പോലെ തെന്നി തെന്നി പറക്കുന്ന കൂട്ടുകാരാണിവർ. വെള്ള നിറത്തിലുള്ള ചിറകിന്റെ മുകൾ ഭാഗത്തായി കറുത്ത നിറത്തിലുള്ള കുത്തുകളുണ്ട്. ഒരു ഗ്രീക്ക് ദേവതയാണ് സെക്കി. ആത്മാവ് എന്നൊരു അർത്ഥം കൂടി ഈ വാക്കിനുണ്ട്. ഇവർ എവിടെയെങ്കിലും ചിറകുകൾ വിടർത്തിയിരിക്കുന്നത് കണ്ടിട്ടില്ല. ആര്യവേള അല്ലെങ്കിൽ നീലവേള എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ചെടിയിലാണ് ഇവ മുട്ടയിടുന്നത്. കുഞ്ഞുമോൾ എന്തിനൊക്കെ വേണ്ടിയാണ് ചെടികളെ പൂമ്പാറ്റകൾ ആശ്രയിക്കുന്നത്? ഒന്ന്, ചെടിയിൽ മുട്ടയിടാന്. പിന്നെ അവർ പൂവിലെ തേനല്ലേ കുടിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ചെടികൾ നമ്മുടെ തൊടിയിലുണ്ടെങ്കിൽ ഒരുപാട് പൂമ്പാറ്റകൾ വിരുന്നു വരും. കുഞ്ഞുമോളെ, ഇനി ലൈസീനിയുടെ കുടുംബത്തിൽപ്പെടുന്ന പിയറോ വിഭാഗത്തിൽപ്പെടുന്ന 2 പൂമ്പാറ്റകളെ കാണിച്ചു തരാം. 16-ാം നൂറ്റാണ്ടിന്റെ അവസാന കാലഘട്ടത്തിൽ യൂറോപ്യൻ തിയേറ്ററുകളിൽ കോമാളി വേഷം അവതരിപ്പിച്ചവരെ പിയറോ എന്നാണ് വിളിച്ചിരുന്നത്. കറുപ്പും വെളുപ്പും നിറത്തിലുള്ള വസ്ത്രങ്ങളാണ് അവർ ധരിച്ചിരുന്നത്. അങ്ങനെയാണ് ഈ പേര് വന്നത്. ഇതാണ് കോമൺ പിയറോ, നാട്ടുകോമാളി എന്ന് മലയാളത്തിൽ പറയും. ഇവരുടെ പിൻചിറകുകളുടെ താളത്തിലുള്ള ചലനം കാണാൻ നല്ല രസമാണ്. എല്ലാവരും എന്നെ നല്ലവണ്ണം കണ്ടില്ലേ? എന്നാൽ ഇനി ചായം മാറ്റിക്കളയാം. ഇപ്പോഴെങ്ങനെയുണ്ട്? മിക്ക പൂമ്പാറ്റകൾക്കും ചിറക് വിടർത്തി നിൽക്കുമ്പോൾ ഒരു ഡിസൈനും ചിറകുകൾ ചേർത്ത് വെക്കുമ്പോൾ മറ്റൊരു ഡിസൈനുമാണ്. കൃത്യമായി നിരീക്ഷിച്ചെങ്കിൽ മാത്രമേ ഇവ ഏതാണെന്ന് മനസ്സിലാകുകയുള്ളൂ. കോമൺ പിയറോയിലെ ആൺശലഭമാണിത്. ഇത് പിയറോ വിഭാഗത്തിലെ റെഡ് പിയറോ അല്ലെങ്കിൽ ചെങ്കോമാളിയാണ്. ഇവയെ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാം. ചിറകിനടിയിൽ ഒരു ചുവന്ന ഭാഗമുണ്ട്. സൈഡ് വ്യൂ ഇങ്ങനെയാണെങ്കിൽ ചിറക് വിടർത്തി നിൽക്കുന്ന ചെങ്കോമാളി ഇങ്ങനെയാണ്. പൂവുകൾ തെണ്ടും പൂമ്പാറ്റ, പൂമ്പൊടി പൂശും പൂമ്പാറ്റ, പൂന്തേനുണ്ണും പൂമ്പാറ്റ, പൂവിൽ മയങ്ങും പൂമ്പാറ്റ. പൂമ്പാറ്റയുടെ മഴവില്ലാണോ നിന്നമ്മ എന്ന് കവി ശ്രീജി ശങ്കരക്കുറുപ്പ് ചോദിച്ചതിൽ യാതൊരു തെറ്റുമില്ല. കാരണം അത്രയധികം നിറഭേദങ്ങളാണ് ഇവയുടെ ചിറകിൽ വിടർന്നിരിക്കുന്നത്. ചിത്രപതംഗമേ നിന്നെ കണ്ടൻ ചിത്തം തുടിച്ചുയരുന്നു, മഴവില്ലിന്റെ സത്താൽ തന്നെ നാൻമുഖൻ നിന്മേ ചമച്ചു എന്നാണ് മഹാകവി ഉള്ളൂർ പൂമ്പാറ്റയോട് പറഞ്ഞത്. ഇവരാണ് നിൻഫാലിയുടെ കുടുംബത്തിൽപ്പെട്ട
ബ്ലൂ ടൈഗർ അല്ലെങ്കിൽ നീലക്കടുവ. കടുവകളുടേതിനു സമാനമായി വരകളും പൊട്ടുകളും ഉള്ളത് കൊണ്ടാണ് ഈ പേര്. ഇണകളെ ആകർഷിക്കുന്നതിനുള്ള ആൽക്കലോയിഡുകൾ ഉൽപ്പാദിപ്പിക്കുന്നതിനായി നീരൂറ്റി കുടിക്കാൻ കിലുക്കിച്ചെടിയിൽ ആൺശലഭങ്ങൾ കൂട്ടമായി വന്നിരിക്കാറുണ്ട്. പൂമ്പാറ്റകൾക്ക് മുന്നിലുള്ള 2 ആന്റിനകൾ സെൻസറി ഓർഗൻസ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. പൂക്കളെ തിരിച്ചറിയാനും ഇണകളെ തിരിച്ചറിയാനും പറക്കുന്ന സമയത്ത് ബാലൻസ് ചെയ്യാനും സമയം തിരിച്ചറിയാനും എല്ലാം സഹായിക്കുന്നു. നീലയും കറുപ്പും നിറമുള്ള ഈ സുന്ദരന്മാർ നിൻഫാലിഡേ കുടുംബത്തിൽപ്പെട്ട ബ്ലൂ ബോട്ടിൽ അല്ലെങ്കിൽ നീലക്കുടുക്കയാണ്. ഇവർ കുറച്ച് തിരക്കുള്ള കൂട്ടരായതിനാൽ അധിക നേരമൊന്നും ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കില്ല. കറുവപ്പെട്ട ചെടിയിലൊക്കെ ഇവ സാധാരണ മുട്ടയിടാറുണ്ട്. നിൻഫാലിഡേ കുടുംബത്തിൽപ്പെട്ട ചോക്ലേറ്റ് പാൻസിയാണിത്. തന്റെ അതിർത്തിയിൽ വരുന്നവരെ തുരത്തി ഓടിക്കുന്ന സ്വഭാവമുള്ളതിനാൽ പട്ടാളക്കാരൻ അല്ലെങ്കിൽ സോൾജർ ബട്ടർഫ്ലൈ എന്നും ഇവരെ പറയുന്നു. കരിയിലകൾക്കിടയിൽ ഇരുന്നാൽ ഇവരെ കാണാൻ തന്നെ ബുദ്ധിമുട്ടാണ്. ചോക്ലേറ്റ് നിറത്തിന്റെ പല ഷെയ്ഡുകളിലുള്ള ഇവരുടെ ചിറകിന് മുകളിൽ 2 വെളുത്ത കുത്തുകളുണ്ട്. ചിറകുകൾ വിടർത്തി നിൽക്കുന്ന ഈ പൊസിഷനെ ഡോർസൽ വ്യൂ എന്നാണ് പറയുന്നത്. ചിറകുകൾ ചേർത്ത് വെക്കുന്ന ഈ പൊസിഷനെ വെൻട്രൽ വ്യൂ എന്നും പറയുന്നു. ട്രോബിലാനസ് അല്ലെങ്കിൽ മുറികൂട്ടി എന്ന ചെടിയിലും വയൽ ചുള്ളിയിലും ഒക്കെ ഇവയുടെ ലാർവയെ കാണാറുണ്ട്. ചോക്ലേറ്റ് പാനസി അതാ സ്റ്റാർ ഫ്രൂട്ട് നമ്മൾ ഇരിക്കണേ. എവിടെ? അത് ചോക്ലേറ്റ് പാൻസി അല്ല. ചോക്ലേറ്റ് പാൻസിയോട് രൂപസാദൃശ്യമുള്ള നിൻഫാലിഡേ കുടുംബത്തിൽപ്പെട്ട കോമൺ ബാരൻ കനിത്തോഴി അല്ലെങ്കിൽ കനിത്തോഴൻ എന്നൊക്കെ അറിയപ്പെടുന്ന ബട്ടർഫ്ലൈ ആണിത്. സാധാരണ പൂമ്പാറ്റകൾക്ക് പൂവിലെ തേൻ കുടിക്കാനാണ് ഇഷ്ടമെങ്കിൽ ഇവർക്ക് പഴങ്ങളുടെയും ചീഞ്ഞ പഴങ്ങളുടെയും നീരൂറ്റി കുടിക്കാനാണ് ഇഷ്ടം. ഇവയുടെ ലാർവയെ മാവിലയിൽ കാണാറുണ്ട്. പൂമ്പാറ്റ ഇതാണ് ഹിമപ്പരപ്പൻ സഫ്യൂസസ് സ്നോഫ്ലാറ്റ്. ഹെസ്പെർലിഡേ ഫാമിലിയിൽപ്പെട്ടവരാണിവ. ചിറകിനടിയിലുള്ള വെള്ള നിറമാണ് ഇവയെ തിരിച്ചറിയാനുള്ള എളുപ്പവഴി. നീലക്കാച്ചിലിൽ ഇവരുടെ ലാർവകൾ കാണാറുണ്ട്. ഇതാണ് കോമൺ ക്രോ അല്ലെങ്കിൽ അരളിശലഭം. നിൻഫാലിഡേ കുടുംബത്തിൽപ്പെട്ടവരാണിവർ. അരളിച്ചെടിയുടെ ഇലയിലാണ് ഇവരുടെ ലാർവകൾ കാണാറുള്ളത്. കറുപ്പോ ഇരുണ്ട തവിട്ടു നിറമോ ഉള്ള ചിറകിനടിയിൽ വെളുത്ത പൊട്ടുകൾ ഉണ്ട്. ഇതാണ് വയൽക്കോത അല്ലെങ്കിൽ ഗ്രേ പാൻസി. വയലോരത്ത് ധാരാളമായി കാണുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു പേര്. നിൻഫാലിഡേ കുടുംബത്തിൽപ്പെട്ട ഇവർ നെൽ ചെടികളിലോ പുൽവർഗ ചെടികളിലോ ആണ് മുട്ടയിടുന്നത്. ഇത് ഗ്രേറ്റ് എഗ് ബട്ടർഫ്ലൈ അല്ലെങ്കിൽ ബ്ലൂ മൂൺ ബട്ടർഫ്ലൈ എന്നൊക്കെ അറിയപ്പെടുന്ന വൻ ചൊട്ട ശലഭം. ഇത് പറക്കുമ്പോൾ കണ്ടില്ലേ ഒരു നീല നിറം, അതുകൊണ്ടാണ് ബ്ലൂ മൂൺ ബട്ടർഫ്ലൈ എന്ന് പറയുന്നത്. എന്തേ ടാറ്റ ഒരു പൂമ്പാറ്റ തട്ടുകളിന്റെ വലയിൽ കുടുങ്ങിക്കിടക്കണേ. ഇതൊരു പൂമ്പാറ്റയല്ല കുഞ്ഞിമോളെ, രാത്രി പറക്കുന്ന നിശാശലഭമാണ്. പറക്കുമ്പോൾ അറിയാതെ എട്ടുകളുടെ വലയിൽ കുടുങ്ങിപ്പോയതാണ്. പൂമ്പാറ്റ നിരീക്ഷണത്തിനിടയ്ക്ക് ഇത്തരം ദാരുണ സംഭവങ്ങൾക്കും നമ്മൾ ദൃക്സാക്ഷിയാകേണ്ടി വരും. ഇത് കണ്ടോ, ഇതാണ് പൊന്തച്ചുറ്റൻ അല്ലെങ്കിൽ കോമൺ സൈലോ. ഇവരും നിൻഫാലിഡേ കുടുംബത്തിൽപ്പെട്ടവരാണ്. പയർച്ചെടികൾ ഉൾപ്പെടുന്ന ഫാബേസിയെ ഫാമിലിയിലുള്ള ചെടികളിൽ ഇവ മുട്ടയിടുന്നു. ചിറകിലുള്ള 3 വരകൾ പട്ടാളക്കാരുടെ ഡ്രസ്സിനോട് സാമ്യമുള്ളതിനാലാണ് കോമൺ സൈലർ എന്ന പേര് വന്നത്. സാധാരണ ഇവ പൊന്തകൾക്ക് ചുറ്റുമായി താഴ്ന്നു പറക്കാറുണ്ട്. ഈ കുഞ്ഞു ശലഭമാണ് ലൈസീനിയുടെ കുടുംബത്തിൽപ്പെട്ട കോമൺ സെറൂലിയൻ അല്ലെങ്കിൽ പൊട്ടുവാലാട്ടി. ഇതിന്റെ പിൻഭാഗത്ത് കണ്ണുകൾ എന്ന് തോന്നിക്കുന്ന 2 പൊട്ടുകളും ആന്റിനകൾ പോലെയുള്ള 2 വാലുകളും ഉണ്ട്. അതുകൊണ്ടാണ് പൊട്ടുവാലാട്ടി എന്ന് പറയുന്നത്.
പയർവർഗ ചെടികളിലും കുന്നിക്കുരുവിന്റെ ചെടിയിലും ഇവരുടെ ലാർവകളെ കാണാം. ടാട്ടൻ എങ്ങനെ ഈ പൂമ്പാറ്റ പേരൊക്കെ പഠിച്ചത്? ഞാൻ EVSലൊക്കെ കുറച്ച് പഠിക്കാനുണ്ടായിരുന്നു. പിന്നെ യൂട്യൂബിലും ഗൂഗിളിലും ഒക്കെ സെർച്ച് ചെയ്ത് നോക്കി. ടാറ്റ, ഇതാ ഒരു കുഞ്ഞു പൂമ്പാറ്റ. ഇതിന്റെ ചിറകിൽ കുഞ്ഞു വളയങ്ങളുണ്ട്. നിൻഫാലിയുടെ കുടുംബത്തിൽപ്പെട്ട 4 റിംഗ്സ് എന്ന കുഞ്ഞു ശലഭമാണിത്. 4 കണ്ണി എന്നും മലയാളം. 3 റിംഗ്സും 5 റിംഗ്സും ഒക്കെയുള്ള മറ്റു ശലഭങ്ങളും ഉണ്ട്. മുകളിലെ ചിറകിൽ ഒരു വലിയ റിംഗും താഴെ 4 റിംഗ്സും ഉണ്ട്. താഴെ ചിറകിലെ 4 റിംഗ്സിന്റെ പേരിലാണ് ഇവ 4 റിംഗ്സ് ബട്ടർഫ്ലൈ എന്നറിയപ്പെടുന്നത്. ഇതുപോലുള്ള പുൽവർഗത്തിൽപ്പെട്ട ചെടികളിലാണ് ഇവ മുട്ടയിടുന്നത്. അപ്പോൾ ഒരു പുൽച്ചെടി പോലും വെറുതെ ടാറ്റ. നിൻഫാലിയുടെ കുടുംബത്തിൽപ്പെടുന്ന മീറ്റസ് ബ്രൗൺ എന്ന പൂമ്പാറ്റയാണിത്. വെള്ളക്കറുമ്പൻ, കറുപ്പൻ എന്നൊക്കെ മലയാളത്തിൽ അറിയപ്പെടുന്നു. ഇവരും പുൽവർഗ ചെടികളിലാണ് മുട്ടയിടുന്നത്. ഹെസ്പെർലിഡേ കുടുംബത്തിൽപ്പെട്ട ഒരു ബട്ടർഫ്ലൈ ആണിത്. ഹെസ്പെർലിഡേ ബട്ടർഫ്ലൈ സ്കിപ്പേഴ്സ് അല്ലെങ്കിൽ തുള്ളൻ ശലഭം എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. ഇവ അതിവേഗം പറക്കുന്ന കൂട്ടരാണ്. ശരീരത്തെ അപേക്ഷിച്ച് ചിറകുകൾ ചെറുതാണ്. കുഞ്ഞുമോളെ ദാ കണ്ടോ, ഇവിടെ ഒരു കുഞ്ഞു ശലഭം. ഇത് ടൈനി ഗ്രാസ് ബ്ലൂ ആണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ശലഭമായ രത്നനീലിയോട് ഏറെ സാദൃശ്യമുള്ള ഇവർ ഇന്ത്യയിലെ 2ാമത്തെ ചെറിയ ചിത്രശലഭമാണ്. ചിറക് വിടർത്തുമ്പോൾ കാണുന്ന ഈ നീല നിറം കാരണം ലൈസിനിയുടെ കുടുംബത്തിൽപ്പെട്ട ബ്ലൂസ് വിഭാഗത്തിലാണ് ഇവർ വരുന്നത്. ഇത് നമ്മുടെ തൊടിയിലൊക്കെ സാധാരണയായി കാണുന്ന മഞ്ഞപ്പാപ്പാത്തി അല്ലെങ്കിൽ കോമൺ ഗ്രാസ് യെല്ലോ എന്ന ഇനത്തിലെ മുപ്പട്ടൻ മഞ്ഞപ്പാപ്പാത്തിയാണ്. മഞ്ഞപ്പാപ്പാത്തികളിൽ തന്നെ ചിറകിലെ ഡിസൈനിനനുസരിച്ച് വ്യത്യസ്ത ഇനങ്ങളുണ്ട്. ഇവരുടെ ചിറകിന് വശത്തായി കാണുന്ന 3 ബ്ലാക്ക് സ്പോട്ടുകൾ കാരണമാണ് ഈ പേര്. ഇവർ പിയറിഡേ കുടുംബത്തിൽപ്പെട്ടവരാണ്. കുഞ്ഞുമോളെ, ഒരു കുഞ്ഞു കൊരുവയുടെ വലുപ്പത്തിൽ കാണുന്ന ശലഭത്തെ കണ്ടോ? ഇതാണ് കൃഷ്ണശലഭം അല്ലെങ്കിൽ ബ്ലൂ മോർമോൺ. ഇന്ത്യയിൽ തന്നെ വലിയ ശലഭങ്ങളിൽ ഒന്നാണ് കൃഷ്ണശലഭം. കറുപ്പും ഇളം നീലയും നിറത്തിലുള്ള ചിറകുകളാണ് ഇവയ്ക്ക്. നാരകച്ചെടികളുടെ കുടുംബത്തിൽപ്പെട്ട ചെടികളിൽ മുട്ടയിടാറുണ്ട്. മഹാരാഷ്ട്ര സംസ്ഥാനത്തിന്റെ സ്റ്റേറ്റ് ബട്ടർഫ്ലൈ ആണ് കൃഷ്ണശലഭം. ഇവർ പാപ്പിലിയോനിയുടെ ഫാമിലിയിൽ പെട്ടവരാണ്. നമ്മുടെ തൊടിയിൽ വരുന്ന കുറെ പൂമ്പാറ്റകളെ പരിചയപ്പെട്ടില്ലേ? ഇനി നമ്മുടെ തൊടിയിൽ വരാത്ത 2 പൂമ്പാറ്റകളുണ്ട്. ഈ ടാറ്റ നമുക്ക് കാണിച്ചു തരാം. പാപ്പിലിയ ബുദ്ധ അല്ലെങ്കിൽ ബുദ്ധമയൂരി, മലബാർ ബാൻഡഡ് പീകോക്ക് എന്നും അറിയപ്പെടുന്നു. ബുദ്ധമയൂരി മുട്ടയിടുന്ന മുള്ളിലവ് എന്ന നമ്മുടെ വീട്ടിലുണ്ട്. വാ കാണിച്ചു തരാം. മുള്ളിലവ് അല്ലെങ്കിൽ മുള്ളിലം എന്നൊക്കെ പറയുന്ന ഈ മരത്തിന്റെ ഇലകളിൽ ഇവയുടെ ലാർവകൾ കാണാറുണ്ട്. കേരളത്തിലെ സംസ്ഥാന ശലഭമാണ് ബുദ്ധമയൂരി. ഇതാണ് ഗരുഡശലഭം. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ശലഭമാണ് ഇത്. നമ്മുടെ അയൽ സംസ്ഥാനമായ കർണാടകയുടെ സംസ്ഥാന ശലഭമാണ് ഗരുഡശലഭം. ഇന്ത്യയിൽ തന്നെ വലിയ ശലഭങ്ങളിൽ ഒന്നാണ് ഗരുഡശലഭം. ഗരുഡക്കൊടി എന്ന ഈ ചെടിയുടെ ഇലകളാണ് ഇവയുടെ ലാർവകൾ ഭക്ഷണമാക്കുന്നത്. നമ്മൾ ഒരുപാട് ദിവസമായിട്ട് നമ്മൾ പൂമ്പാറ്റേനെ നിരീക്ഷിക്കല്ലേ. അതിന് കുറെ കാര്യം ഞാൻ കുഞ്ഞുമൊക്കെ പറഞ്ഞിട്ടും ചെയ്തില്ലേ. അതിന് കുഞ്ഞുമൊക്കെ എന്താ മനസ്സിലായത്? ഭൂമിയിൽ പല പല പൂമ്പാറ്റകളുണ്ട്. അവരില്ലെങ്കിൽ ചില ചെടികളില്ല, ചെടികളില്ലെങ്കിൽ അവരില്ല. അപ്പോൾ നമ്മൾ പൂമ്പാറ്റകളെയും ചെടികളെയും ഒന്നും നശിപ്പിക്കരുത്. വെരി ഗുഡ്. അപ്പൊ കുഞ്ഞുമോൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ? ടാറ്റ കുഞ്ഞുമോൾക്ക് ഒരു സമ്മാനം തരട്ടെ. കൈയിട്ട് ഹായ്.
പൂമ്പാറ്റ നിരീക്ഷണം തൽക്കാലത്തേക്ക് നിർത്തിയെങ്കിലും പേരറിയാത്ത ഒരുപാട് പൂമ്പാറ്റകൾ പിന്നെയും ഞങ്ങളുടെ ചുറ്റും പറന്നുകൊണ്ടേയിരുന്നു.